മണ്ണിടിച്ചിലുണ്ടായ വയനാട് കള്ളാടിയിൽ ഇന്നും തെരച്ചിൽ തുടരും. ഹിമാചൽ പ്രദേശ് സ്വദേശിയായ വിക്രം റാണയാണ് ഇനി കണ്ടെത്താനുള്ളത്. കാണാതായ 8 പേരിൽ 7 പേരുടെ മൃതദേഹങ്ങൾ നേരത്തെ കണ്ടുകിട്ടിയിരുന്നു. തെരച്ചിലിന്റെ ഭാഗമായി ഇന്ന് രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ കള്ളാടി വഴിയുള്ള ഗതാഗതം നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. എം കമൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. വയനാട് നിന്ന് കമൽ, തെരച്ചിൽ എങ്ങനെ പോകുന്നു? ആര്യ, ഇന്ന് വ്യാപകമായ ഒരു മാസ് തെരച്ചിലാണെന്ന് നടക്കുകയെന്നാണ് മന്ത്രി ടി സിദ്ദിഖ് അല്പം മുമ്പ് പറഞ്ഞത്. സന്നദ്ധ പ്രവർത്തകരെയും നാട്ടുകാരെയും അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് മീനാക്ഷി പുഴയിലടക്കം വ്യാപകമായ ഒരു തെരച്ചിലാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 8 മണി മുതൽ ഈ കള്ളാടി ഭാഗത്തുകൂടെയുള്ള ഗതാഗതം, മേപ്പാടി ചൂരൽമല റോഡിലെ ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. ആ ഭാഗത്ത് റോഡിലേക്കടക്കം മണ്ണ് നീക്കിയിട്ട് പരിശോധിക്കുകയാണ് മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച്. അതുപോലെ പരമാവധി മണ്ണ് റോഡരികിലൊക്കെ ഇടിഞ്ഞ് വന്ന് കുമിഞ്ഞു കൂടിയിട്ടുള്ള മണ്ണ് പരമാവധി നീക്കം ചെയ്യാനും ഉള്ള ശ്രമമാണ് നടക്കുന്നത്. എന്തായാലും ഇന്ന് അതുപോലെ ഈ അവശിഷ്ടങ്ങൾ കൂടിക്കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അത് നീക്കം ചെയ്തുള്ള പരിശോധനയും നടക്കും. മീനാക്ഷി പുഴയിൽ കാന്തൻപാറ വെള്ളച്ചാട്ടം വരെയുള്ള ദൂരത്ത് വ്യാപകമായ തെരച്ചിലാണ് നടക്കുക. എന്തായാലും ഇന്ന് നല്ല വെയിലാണ്. ഇന്നലെ ചെറിയ രീതിയിൽ മഴക്കാരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് പൂർണ്ണമായും വെയിലാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ കാലാവസ്ഥ പ്രതികൂലമാകുകയില്ല. ഇന്ന് DGP ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. ആര്യ, ശരി.